അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ പ്രതീകമായി ക്ഷേത്ര ഗോപുരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാവി പതാക ഉയർത്തി. 10 അടി ഉയരവും 20 അടി നീളവുമുള്ളതാണ് പതാക. RSS മേധാവി മോഹൻ ഭാഗവതും ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി ആരതി ഒഴിഞ്ഞ ശേഷമാണ് മോദി പതാക ഉയർത്തിയത്. അടി ഉയരത്തിലുള്ള ഗോപുരത്തിലാണ് പ്രധാനമന്ത്രി പതാക ഉയർത്തിയത്. ത്രികോണാകൃതിയിലുള്ള പതാകയിൽ നടുക്ക് സൂര്യ അടയാളവും അതിനുള്ളിൽ ഓം ചിഹ്നവും ആലേഖനം ചെയ്തിട്ടുണ്ട്. ആത്മാഭിമാനം, ഐക്യം, സാംസ്കാരിക തുടർച്ച എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ് പതാക. പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരുന്ന ക്ഷേത്രം പൂർണ്ണമായും പണി പൂർത്തിയായി തുറന്നു കൊടുക്കുന്നതിന്റെ വിളംബരമാണ് ധ്വജാരോഹണ ചടങ്ങ്. ശ്രീരാമന്റെയും സീതയുടെയും വിവാഹദിനമായ പഞ്ചമി നാളിലെ അഭിജിത്ത് മുഹൂർത്തമാണ് ചടങ്ങിനായി തിരഞ്ഞെടുത്തത്. തറക്കല്ലിട്ട് 5 വർഷം കഴിഞ്ഞാണ് ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായത്. രാവിലെ 10 മണിക്ക് അയോധ്യയിലെത്തിയ മോദിയെ സാകേത് മുതൽ ക്ഷേത്രം വരെ ആനയിച്ചെത്തിച്ചു. സപ്തമന്ദിർ ഉൾപ്പെടെയുള്ള പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് മോദി ആരാധന നടത്തി. പിന്നീട് രാംലല്ല ക്ഷേത്രത്തിൽ ആരതി ഒഴിഞ്ഞതിനു ശേഷമായിരുന്നു ധ്വജാരോഹണം. ദിവസങ്ങൾ നീണ്ടുനിന്ന തയ്യാറെടുപ്പിനൊടുവിലാണ് ചടങ്ങ് നടത്തിയത്. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയാണ് അയോധ്യയിലുണ്ടായത്. 6790 സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ വിന്യസിച്ചു. 2024 ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിനു ശേഷം അയോധ്യയിൽ സംഘടിപ്പിച്ച വിപുലമായ ചടങ്ങായിരുന്നു ധ്വജാരോഹണം. ക്ഷേത്രം പൂർണ്ണമായും പണി കഴിഞ്ഞതോടെ നവംബർ 27 മുതൽ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കും. പതാക ഉയർത്തിയതോടെ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് അവസാനിച്ചതെന്ന് മോദി പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. പ്രാണപ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസ് നേതാക്കൾ എത്താത്തതിനെ തുടർന്ന് ധ്വജാരോഹണത്തിന് രാഹുൽ ഗാന്ധിക്കുൾപ്പെടെ ക്ഷണമുണ്ടായില്ല. ഉത്തർപ്രദേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം BJPയുടെ പ്രചരണ ആയുധമായിരുന്നെങ്കിലും ക്ഷേത്രം ഉൾപ്പെട്ട മണ്ഡലം തോറ്റിരുന്നു. പ്രദേശവാസികളെ പതാക ഉയർത്തൽ ചടങ്ങിൽ ക്ഷണിക്കാത്തതിനും കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.